നിരവധി തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്ന് സമ്മതിച്ച് സ്വർണ്ണക്കടത്ത് കേസിൽ പിടിയിലായ കന്നഡ നടി രന്യ റാവു പലതവണകളിലായി നടത്തിയ വിദേശയാത്രകളിൽ സ്വർണം കടത്തിയെന്ന് DRIയോട് സമ്മതിച്ചു. കേസിൽ രന്യയുടെ പിതാവിൻ്റെ പങ്കും അന്വേഷണ പരിധിയിലാണ്. ആദ്യം റിപ്പോർട്ട് കാണാം. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നടി രന്യ റാവുവിനെ ചോദ്യം ചെയ്തതിലൂടെ പുറത്തുവരുന്നത്. നിരവധി തവണ യൂറോപ്പ്, അമേരിക്ക അടക്കമുള്ള വിദേശയാത്രകൾ നടത്തി സ്വർണം കടത്തിയെന്ന് രന്യ റവന്യൂ ഇന്റലിജൻസിനോട് സമ്മതിച്ചു. മാർച്ച് 3 പിടിയിലാകുമ്പോൾ 17 സ്വർണ്ണക്കട്ടികൾ കൈവശമുണ്ടായിരുന്നതായി രന്യ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. കേസുമായി ബന്ധപ്പെട്ട് നടിയുടെ വളർത്തച്ഛനും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനുമായ രാമചന്ദ്ര റാവുവിന്റെ പങ്ക് DRI അന്വേഷിക്കുന്നു. ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 12 കോടി രൂപ വില വരുന്ന 14.8 കിലോ സ്വർണവുമായി സുരക്ഷാ പരിശോധന മറികടക്കാൻ ശ്രമിക്കവെയാണ് രന്യ DRIയുടെ പിടിയിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുകയാണ്. സുനിൽ, ഈ കർണാടകയിൽ നിന്നാണ്, അതായത് ബംഗളൂരുവിൽ നിന്നാണ് ഈ നടിയെ ഇത്രയും സ്വർണവുമായി പിടികൂടുന്നത്. മുമ്പും ഇതേ ബംഗളൂരു വഴിയാണോ ഇത്തരത്തിൽ കടത്ത് നടത്തിയതെന്നാണോ ഈ റവന്യൂ ഇൻ്റലിജൻസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്? അജിംഷാദ്, നിരവധി തവണയാണ് രന്യ റാവു ബാംഗ്ലൂർ എയർപോർട്ട് വഴി സ്വർണം കടത്തിയത് എന്നാണ് ഇപ്പോൾ ഡയറക്ടർ റവന്യൂ ഇൻ്റലിജൻസിനോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ഇവർക്ക് ഉന്നതങ്ങളിലുള്ള സ്വാധീനമാണ് ഇതിന് ഉപയോഗിച്ചത് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തവണ പിടിയിലാവുന്ന, അതായത് മാർച്ച് 3 പിടിയിലാകുമ്പോൾ 14.8 കിലോഗ്രാം സ്വർണ്ണമാണ് ബെൽറ്റിലും അതുപോലെ ഓവർകോട്ടിലും വെച്ച് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചത്. അതിനെ തുടർന്നാണ് ഈ പിടിയിലാവുകയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കൂടുതൽ സ്വർണം പലതവണയായി കടത്തിയിട്ടുണ്ട് എന്ന് DRIക്ക് മനസ്സിലാവുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി രന്യ റാവുവിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡിൽ 2.5 കോടി രൂപയുടെ സ്വർണം പിടിച്ചെടുത്തിരുന്നു. 2.12 കോടി രൂപയുടെ പണവും ഇവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു. അതിനു പുറമെ നിരവധി ആഭരണങ്ങളും ഇവരുടെ കൈക്കൽ നിന്ന് പോലീസിന് ഈ പരിശോധനയിൽ നിന്ന് ലഭിച്ചിരുന്നു. ഇതിനകത്ത് പോലീസും DRIയും വളരെ വിശദമായി തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. പലതവണയും ഇവർ സ്വർണം കടത്താനായി അച്ഛൻ DGP റാങ്കിലുള്ള കർണാടകയിലെ ഉദ്യോഗസ്ഥനാണ്. ഹൗസിംഗ് കൺസ്ട്രക്ഷനിലെ MD ആണ്, IPS കാരനാണ്. ഈ DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് ഗ്രീൻ ചാനൽ വഴി ചെക്കിംഗ് ഒന്നുമില്ലാതെ തന്നെ പലപ്പോഴും ഇവർ കടന്നു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ഇവർക്ക് ഒത്താശ ചെയ്തു എന്നാണ് DRI ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. യാദൃച്ഛികമായി ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ DRI ഈ എയർപോർട്ടിൽ പരിശോധന നടത്തുന്നത്. അപ്പോഴും ഇവരോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷിതമായി ഇവരെ ഗ്രീൻ ചാനലിലൂടെ പുറത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് DRI പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നിരവധി തവണ സ്വർണം കടത്തിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ സമ്മതിക്കേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. DRIയും പോലീസും ഇപ്പോൾ സമഗ്രമായി ഈ കേസിൽ അന്വേഷണം നടത്തുകയാണ്. കാരണം ഇതിനകത്ത് DGP റാങ്കിലുള്ള അച്ഛൻ്റെ രാമചന്ദ്ര റാവുവിൻ്റെ പങ്കാണ് ഇനി അന്വേഷിക്കുന്നത്. അതുപോലെ ഒരു ഉന്നത രാഷ്ട്രീയ നേതാവും ഇതിനകത്ത് സ്വർണം കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. അജിംഷാദ്, ഇതിനകത്ത് 1 കിലോ സ്വർണം നടത്തുന്നതിന് 1 ലക്ഷം രൂപ വെച്ചിട്ടാണ് ഇവർക്ക് പ്രതിഫലം നടത്തുന്നത്. അങ്ങനെ 14.8 കിലോ ആണ് ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണമായി കണക്കാക്കിയിരിക്കുന്നത്. അതുപോലെ 30 തവണ ദുബായ് ടു ബാംഗ്ലൂർ സ്വർണം കടത്തി എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. അതിന് പുറമെ പല രാജ്യങ്ങളിലേക്കും ഇവർ പോയിട്ടുണ്ട്. അത് ഈ പണം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും തരത്തിലുള്ള കടത്ത് നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചാണ് ഇപ്പോൾ DRI വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. ഇതിനുവേണ്ടി എല്ലാ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടി DRI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും. അതോടൊപ്പം തന്നെ ഇവർ വലിയ രീതിയിലുള്ള ബാംഗ്ലൂർ, ഹൈദരാബാദ് സ്വർണ്ണ കടത്ത് ഏജൻറ്റുമായി കൃത്യമായ ഇടപെടൽ നടത്തി പ്രവർത്തിക്കുന്നു എന്നുള്ള സൂചനകളും DRIക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം ഇവർ DGPയുടെ വളർത്തുമകളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ബന്ധവും പോലീസിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സഹായവും ഇവർക്ക് ഇതിന് സഹായകരമായി ഉണ്ട് എന്നാണ് DRIയുടെ ഒരു കണ്ടെത്തൽ. കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ സ്വർണം കൊണ്ടുവരാൻ പറ്റുകയില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്, എയർപോർട്ട് വഴി പല ചെക്കിംഗ് പോയിന്റുകൾ കടന്നു വരണമെങ്കിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു VIP പരിഗണന ഒരു ഉദ്യോഗസ്ഥരുടെ കൂടെ ഒരു സഹായത്തോടു കൂടി മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ സുരക്ഷാ പരിശോധന നടത്തുമ്പോഴെങ്കിലും കൃത്യമായി മെറ്റൽ ശരീരത്തിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യപ്പെടും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഡിറ്റക്ഷനിലൂടെയും കടന്നു പോകാതെ പോലീസ് ഉദ്യോഗസ്ഥർ കൂടി സഹായത്തോടു കൂടി അവരൊരു കവചം തീർത്തുകൊണ്ട് VIP എന്നുള്ള ഒരു പരിഗണനയോടുകൂടി അവരുടെ അകമ്പടിയോടുകൂടി വരുമ്പോഴാണ് DRI പിടികൂടിയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇത് പുറത്തു വരികയില്ലായിരുന്നു, വീണ്ടും ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്തിലേക്ക് തന്നെ പോകുമായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം പണം ഉപയോഗിച്ചിട്ടാണ് വലിയ രീതിയിലുള്ള ആഡംബര ജീവിതം നയിച്ചു വന്നതെന്ന് ഇപ്പോൾ DRI കണ്ടെത്തിയിട്ടുണ്ട്. പോലീസും ഇക്കാര്യത്തിൽ
സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ അജിംഷാദ്. അത് തന്നെ സുനിൽ സൂചിപ്പിച്ചതുപോലെ ഈ യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഗ്രീൻ ചാനൽ വഴി മറ്റ് പരിശോധനകളില്ലാതെ പോകാനാകുന്നു എന്നത് തന്നെ അത് ഈ പിതാവായ IPS-കാരൻ്റെ മാത്രമല്ല, കോൺഗ്രസ്സാണ് കർണാടക ഭരിക്കുന്നത്. അപ്പോൾ മന്ത്രിതലത്തിലൊക്കെ ഉള്ള സ്വാധീനം അവിടെ ഉണ്ടാകാം ഇതിന് പിന്നിൽ, അല്ലേ? തീർച്ചയായും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതിനകത്തൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു ഇടപെടൽ, ഒരു ജനപ്രതിനിധിയുടെ ഇടപെടൽ ഉണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ രന്യ റാവു പറഞ്ഞിരിക്കുന്ന മൊഴികളെയൊക്കെ കൂട്ടി വായിച്ചുകൊണ്ട് DRI എത്തിച്ചേർന്നിട്ടുള്ളത്. പോലീസിന് ഇത്തരത്തിലുള്ള വിവരം കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ സ്വാധീനം, ഉന്നതങ്ങളിൽ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ ഇത് ഏതു തരത്തിൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. കോൺഗ്രസ് സർക്കാർ ഭരിക്കുന്ന കർണാടകയാണ്. അതിനുപരി DGP ആയിരിക്കുന്ന അച്ഛൻ ഒരു ഭാഗത്തുണ്ട്, അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകും. ഇത്രയും വലിയൊരു കള്ളക്കടത്ത് നടത്തുമ്പോൾ തീർച്ചയായും ഒറ്റയ്ക്കായിരിക്കില്ല, അത് പല മേഖലകളിലേക്ക് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇത് കയ്യിൽ വെക്കുന്ന സാധനമല്ല, ഇവിടെ കൊണ്ടുവന്ന് ജുവലറികളിലേക്കാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കൾക്കാണോ നൽകുന്നത് എന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷണത്തിൽ വെളിപ്പെടേണ്ടത്. ആർക്ക് വേണ്ടിയാണ് കടത്തിയത്? കാരണം ഇത് ഇവർ ഒറ്റയ്ക്കല്ലല്ലോ, ഇവർ കൂലിക്കാണ്. 1 ലക്ഷം രൂപ ഒരു കിലോയ്ക്ക് വെച്ചിട്ടാണ് വാങ്ങുന്നതാണ് സുനിൽ പറഞ്ഞ പ്രകാരം നോക്കുമ്പോൾ. തീർച്ചയായും അതാണ് ഇനി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടത്. അത് പുറത്തു വരുമോ എന്നുള്ളതാണ് ആശങ്കയോടുകൂടി എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ഇവരുടെ ഉന്നതങ്ങളിലുള്ള ബന്ധം, രാഷ്ട്രീയ സ്വാധീനം, പോലീസിലുള്ള സ്വാധീനം, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതെല്ലാം തേച്ചുമാച്ച് കളയുമോ എന്നുള്ള ആശങ്കയാണ്. കാരണം ഈ പിടിച്ച സ്വർണവും പണവും എല്ലാം പോലീസും DRIയും ഇതിനകത്ത് കൃത്യമായ അന്വേഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് നമുക്കിപ്പോൾ വരുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഇതിനകത്ത് ആർക്കാണ് ഈ സ്വർണം കൊണ്ടുവന്നത്? ഇത് ഒരു പ്രാവശ്യം കൊണ്ടുവന്നാണ് ഈ 14.8 കിലോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ 30 തവണ അവർ ദുബായിൽ നിന്ന് സ്വർണം കടത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര കോടി രൂപയുടെ സ്വർണ്ണമാണ് കൊണ്ടുവന്നത്? ഇത് ആർക്കൊക്കെ കൊടുത്തു? ഈ ഇടപാടുകളിൽ എവിടെയൊക്കെയാണ് ഈ സ്വർണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ. അത് സംബന്ധിച്ച് ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അജിംഷാദ്, ശരി, സമഗ്രമായ വിവരങ്ങളാണ് സുനിൽ അരിമാനൂർ നൽകിയത്.